ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മൂന്നാർ വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് ഡേ 2 ആണ്. വട്ടവടയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ വെളുപ്പിന് എണീറ്റ് രാവിലെ ഒരു 5:45 ആയപ്പോഴത്തേക്കും എണീറ്റ് പിന്നെ റെഡി ആവണം, ഫ്രഷായി റെഡി ആവണം. നേരെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പോൾ ഞങ്ങളുടെ റെഡിയൊക്കെ ആയി റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും അവിടെ നോക്കിക്കേ, ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്ട. കാറൊക്കെ ആക്കുക, അവിടെ കാർ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരെ വട്ടവടക്ക് പോവാണ്. ഇപ്പോൾ സൺറൈസ് ആയി. വെളുപ്പിന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഏർലി മോർണിംഗ് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെയൊക്കെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മുതൽ അത്യാവശ്യം മൂന്നാറിൻ്റെ എഫക്റ്റ് ഒക്കെ അപ്പോഴാണ് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ചൂടാണ്, അങ്ങനെ തണുപ്പ് മീൻസ് വലിയ കാര്യത്തിൽ അങ്ങനെ തണുപ്പില്ല എന്നൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ മോർണിംഗ് ഉള്ള ഒരു ക്ലൈമറ്റ്. മോർണിംഗും നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ പോണ വഴി ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇനി അങ്ങോട്ട് പോകുന്തോറും എത്രത്തോളം ഷോപ്സ് ഒന്നും അവൈലബിൾ ആണെന്ന് അറിയില്ല. അപ്പോൾ പൈസയൊക്കെ ഇത് നോക്കി ജാക്കറ്റൊക്കെ ഇട്ട് തണുപ്പാറുന്ന ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു ഇരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ക്രിസ്പിനെസ് ആയിരുന്നു എല്ലാത്തിനും. നല്ല അപ്പോൾ മസാല, ഞാൻ ഓർഡർ ചെയ്ത മസാല ദോശയായിരുന്നു. എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നെയ് റോസ്റ്റും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയോണ്ട് റോട്ടിലൊന്നും ഒറ്റ ആൾക്കാരുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, തലേ ദിവസം ഭയങ്കര ക്രൗഡായിരുന്നു ചില ഏരിയയിലൊക്കെ. നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്ത വിധം അത്രയായിട്ടുള്ള ക്രൗഡൊക്കെ ആയിരുന്നു. ഇന്ന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴി ക്യാരറ്റൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ അത് മേടിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയത് എക്കോ പോയിന്റിലേക്കാണ്. അല്ലേ, ഇവിടെ നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല പീസ്ഫുൾ കാമായിരുന്നു. നമുക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളും പിന്നെ വേറെ 2 ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ക്രൗഡ് ആകുമ്പോഴല്ലോ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട്. ഇത് ഭയങ്കര സൈലൻ്റായിട്ട് ഭയങ്കര കാമായിട്ട് കാണാനും നല്ല ഭംഗി. ഞങ്ങൾ കുറേ നേരം അതുകൊണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, അപ്പം ഞങ്ങൾ ഇപ്പോൾ എക്കോ പോയിന്റിലെത്തി. നല്ല അടിപൊളി വ്യൂ കേട്ടോ. ബാക്കിലൊക്കെ നോക്കിക്കേ, നല്ല സൂപ്പർ വ്യൂ കണ്ടാ. ആൾക്കാർ വന്നു തുടങ്ങിയ ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കൂടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും ഇറങ്ങി. എന്നാലും ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യാനും കുറച്ച് നേരം നിൽക്കാനും. അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ഫോട്ടോസും ഒക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇനി നേരെ വട്ടവട പോകണം. പിന്നെ ഫാം വിസിറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇവിടെ എന്താ സ്ട്രോബെറിയുടെ ഫാം ഉണ്ടെന്ന് എൻ്റെ അനിയനൊക്കെ ഇനി മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് അവനിക്കറിയാം സ്ട്രോബെറിയുടെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് അധികം സമയം കളയണ്ട, നമുക്ക് ഏതായാലും ഈ റൂട്ട് തന്നെ വേണം നമുക്ക് റിട്ടേൺ വരാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ റിട്ടേൺ വരുമ്പോൾ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഫാമായിരുന്നു. രാവിലെ ഇത് ഓപ്പൺ ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് ഒരു ഡാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡാമും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മുടെ സ്പോട്ട് എത്തി. കുണ്ടള ഡാമിലാണ് ഞങ്ങൾ നെക്സ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഡാമിൽ നിന്ന് ഇങ്ങനെ ഷട്ടർ തുറന്ന് വെള്ളം പോണത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മുടെ ഡാമിൻ്റെ ആ ഒരു എൻഡിങ് പോർഷനിലുള്ള റോഡ് പോകുന്നുണ്ട്. അതിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഓരോ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മിക്കതും തുറന്നിട്ടുണ്ടായില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ പൈൻ ട്രീസ് ആണ്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടാവും. അതായത് ബോട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയാക്കിങ്, പിന്നെ വാട്ടർ റോളർ, ബാംബു റാഫ്റ്റിംഗ്, പിന്നെ വാട്ടർ സൈക്ലിംഗ്, അങ്ങനത്തെ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കയാക്കിങ് പോയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയാക്കിങ് പോകാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ അതിനുള്ള ഡിസ്കഷനായിരുന്നു. ജാക്കറ്റ് ടൈറ്റ്. ഓക്കെ, ഡൺ ഡൺ കാണിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. നമുക്കപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ തുഴഞ്ഞാൽ മതി, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ പോകണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തുഴഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവർ നമുക്ക് കുറച്ച് ബൗണ്ടറി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലെങ്ങാട്ട് കൂടുതൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ആഴമുള്ളതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ആ ഒരു നമ്മുടെ കയാക്കിങ് ചെയ്യുമ്പോൾ ഉള്ള ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഐസത്തിന് ഞങ്ങൾ പോണത് കണ്ടപ്പോൾ അവനക്ക് ഭയങ്കരമായിട്ട് വന്നോ എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ മുഖമൊക്കെ മാറിയിരിക്കുകയായിരുന്നു കേട്ടോ ഐസത്തിന്. അങ്ങനെ അവനക്കൊക്കെ ടാറ്റ കൊടുത്തിട്ടാണ് അങ്ങനെ അങ്ങ് ഇറങ്ങിയത്. അപ്പോൾ ഒരു ഹാഫ് അവർ ആയിരുന്നു കേട്ടോ അവർ തന്നിട്ടുള്ള ടൈം. നമുക്കപ്പോൾ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ പേ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ അനിയന്മാരൊക്കെ നോക്കുക അറ്റം വരെയൊക്കെ പോയിട്ട് അവർ മൊത്തം എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അടുത്തേക്ക് വന്നപ്പോൾ നോക്കിയപ്പോൾ പൈസ അവിടെ ദേഷ്യം പിടിച്ച പോലെ ഇരിക്കണമായിരുന്നു കേട്ടോ. ഐസത്തിൻ്റെ ഫേസ് ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആയിട്ട് കിട്ടണില്ല. ദീദി കൊണ്ടോയില്ലേ കമ്മൂന? ദീദി വെള്ളത്തിൽ കൊണ്ടോയില്ലേ? കമ്മണി അങ്ങനെ കയാക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പം മേത്തും നമ്മുടെ ജീൻസിലൊക്കെ ഇങ്ങനെ വെള്ളമാവാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഐസത്തിൻ്റെ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സ്പെക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് അവൻ്റെ റീൽസും ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പൈനാപ്പിൾ, ക്യൂക്കുംബർ, പിന്നെന്താ കുമ്പട്ടിങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സിൽ എനിക്ക് കഴിക്കാൻ ഫേവറേറ്റാണ് ഇങ്ങനെ ചെനച്ച പോലത്തെ പേരക്കയാണ് എനിക്കിഷ്ടം. പിന്നെ ജ്യൂസിൽ എനിക്ക് അവോക്കാഡോ ആണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പേരക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേരക്കയായിരുന്നു കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായത്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഉപ്പും മുളകൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെനച്ച പോലത്തെ പേരക്കയാണ് എനിക്കിഷ്ടം. ഓവർ മധുരവും വേണ്ട. അപ്പോൾ നല്ലതായിരുന്നു. സ്പീഡിൽ നടക്കുന്നുണ്ടല്ലേ, ഇത് കൂടിപ്പോയിരിക്കണം അല്ലേ? വേണേ ഒരു ഇഷ്ടം വേണം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് വട്ടവടയിലേക്കാണ്. അപ്പോൾ പോണ വഴി തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. 2 സൈഡും കാടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അതിന് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ഇവിടെ സ്ട്രോബെറിയുടെ ഫാം ഉണ്ടെന്നുള്ളൊരു ബോർഡ് കണ്ടത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കട കണ്ടിട്ട് അങ്ങനെ നിർത്തി. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോഴാണ് ഇത് സീസൺ ടൈം അല്ല, സ്ട്രോബെറിയുടെ സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. താഴേക്ക് പോയിട്ട് ആ ഫാമിൻ്റെ അവിടെ നോക്കിക്കോ, ആകെ മിസ്സിയായിട്ട് ഇരിക്കുന്നതാണ്. പിന്നെയും നിങ്ങൾക്ക് സ്ട്രോബെറി ഫാം കാണണമെന്നുണ്ടെങ്കിൽ ആ മലയുടെ കുറച്ചധികം പോകണം, എത്രയോ കിലോമീറ്റർ ഉണ്ട്, ഭയങ്കര ലോങ് ആണ്. അവിടെ പോയാൽ അവരിപ്പോൾ ഇങ്ങനെ മീൻസ് കൾട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഉണ്ടാവുമെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവനങ്ങ് ആ ഒരു ഫാം എത്തിയപ്പോഴേക്കും ആകെ ഫുള്ള് പറഞ്ഞ പോലെ മെസ്സിയായിട്ട് ഇരിക്കുകയാണ്. പിന്നെ 1-2 സ്ട്രോബെറീസൊക്കെ കണ്ടു.
ഞാൻ ഇതുവരെ ഇങ്ങനെ സ്ട്രോബെറി ഫാം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ, ഓരോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസിലും സ്റ്റോറീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ്ട് ഒന്നും ഇല്ലയെന്ന് കൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഈ ഒരു സൈസിലുള്ള സ്ട്രോബെറീസ് കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഓൾറെഡി സ്ട്രോബെറീസൊക്കെ ആ കടയിൽ ഇങ്ങനെ വിൽക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. മലയുടെയൊക്കെ അപ്പുറത്തെ ഒരു ഏരിയയിൽ മീൻസ് നമുക്ക് വേണമെങ്കിൽ ജീപ്പ് സഫാരി അങ്ങനെ പോയിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓഫ് റോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് അത്യാവശ്യം അവിടെ ഉള്ളത് പറിച്ചോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഈ കടയിൽ സ്ട്രോബെറീസും പിന്നെ പാഷൻ ഫ്രൂട്ടും പിന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് ആക്ച്വലി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കട്ട് ചെയ്ത് തന്നെയാണ്. ഐ തിങ്ക് ടൊമാറ്റോ ഫ്രൂട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിട്ടോ. കറക്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യും. മറന്നുപോയി ഞാൻ സത്യം പറഞ്ഞിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടൊമാറ്റോ ഫ്രൂട്ട് അങ്ങനെ എന്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയൊരു പുളിയും പിന്നെ ഒരു സോർ ടേസ്റ്റ് അങ്ങനെയായിരുന്നു കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം കഴിക്കണേ. ഉള്ളിലത്തെ ആ ഒരു ചെറിയ കുരുവൊക്കെ ആയിരുന്നു. പിന്നെ ഈ സ്ട്രോബെറീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയുടെയൊക്കെ അപ്പുറം ഒരു ഫാം ഉണ്ടെന്ന്. അവിടെ നിന്ന് രാവിലെ പ്ലക്ക് ചെയ്തിട്ട് രാവിലെ ഒരു 9 മണിയായപ്പോഴത്തേക്കും കൊണ്ടുവന്ന് വെച്ചതാണെന്നാണ് കേട്ടോ. നല്ല ഫ്രഷ് ആണ്, നോക്കിയിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിൽ ഐസത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ സ്ട്രോബെറീസ്. അവനക്ക് ഫേവററ്റ് ആണ് കേട്ടോ. എത്ര വേണമെങ്കിലും അവൻ കഴിച്ചോളൂ സ്ട്രോബെറീസ്. അതൊന്നും അവനെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഐസത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഫ്രഷ് ആണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ച്. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ഹെവി ട്രാഫിക് ആയിരുന്നു. ഒരു 3/4 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ട് ഒന്ന് ഇറങ്ങാൻ വേണ്ടി. അപ്പോഴും കുറേ ട്രാവലറും പിന്നെ KSRTCയും കാറൊക്കെ കൊണ്ട് വീണ്ടും ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ ഞങ്ങൾക്ക് എങ്ങനെ ഇറങ്ങുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ പാർക്കിംഗ് ഒക്കെ കുറച്ച് ലോങ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോണ വഴി ഇവിടെ മാങ്ങ ഇങ്ങനെ ഓരോ ചേച്ചിമാർ മാങ്ങയും ഉപ്പുമുളകൊക്കെ ഇട്ട് വിൽക്കണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് ഞങ്ങൾ ഇതുവരെ മേടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് നോക്കി വരുമ്പോഴത്തേക്കും മേടിക്കാമെന്ന് ഓർത്തപ്പോൾ ലഞ്ചും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ട് വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ അക്കൂക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ മാങ്ങ ഉപ്പിലിട്ടതല്ല ഉപ്പുമുളകൊക്കെ ഇട്ടത്. അക്കൂക്ക് ഇങ്ങനെ പുളിയുള്ള സംഭവങ്ങളൊക്കെ എന്നെക്കാട്ടി കൂടുതൽ ഇഷ്ടം അക്കൂക്കാണ്. അങ്ങനെ ഉണ്ട്. അതൊക്കെ മേടിച്ച് വെച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ പോണ വഴി കോണ് പിന്നെ മാംഗോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകാൻ നല്ലതാണ്. കുറച്ച് നടപ്പുണ്ടായിരുന്നു. വ്യൂ പോയിന്റിലേക്ക് പോയവർക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ ഓരോ ഷോപ്സ് ഉണ്ട്. അപ്പോഴത്തേക്കാണ് ഐസത്തിന് ബബിള് മേടിച്ചു കൊടുത്തത്. അവനക്കാണെങ്കിൽ നേരെ രീതിയിൽ പനിക്കണ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനക്ക് അത് മേടിച്ചു കൊടുത്തപ്പോൾ അവൻ ഹാപ്പിയായി. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചെറിയ ബാംഗിൾസ് അല്ല ബാംഗിൾസ് ക്ലിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് നോക്കി. എനിക്ക് ഇങ്ങനത്തെയൊക്കെ സ്ഥലം എത്തിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലുമൊക്കെ എനിക്ക് മേടിക്കണം അങ്ങനെയാണ്. അപ്പോൾ ഇത് മറ്റേ ഈ വിളയില്ലേ അതിൻ്റെ ഒരു ബാംഗിളായിരുന്നു. മറ്റേ 6 ആക്ക് ബാംഗിൾ പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നോക്കി. ഹായ് കമ്മു കമ്മു അങ്ങനെ ഞങ്ങളുടെ വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ നമുക്ക് ആ മുകളിലേക്ക് കയറണമെങ്കിൽ ഇവിടെ ഫീ ഉണ്ടായിരുന്നു കേട്ടോ. എത്രയോ രൂപ എൻട്രി ഫീ ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ കയറിയാൽ ശരിക്കും അടിപൊളി വ്യൂ ആണ്. പിന്നെ കുറച്ച് താഴത്തേക്കും നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് കേട്ടോ വ്യൂ ശരിക്കും മനസ്സിലാവണത്.
ഉള്ളത്. അത് കഴിഞ്ഞ് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വന്നവഴി ഇവിടെ ക്യാരറ്റിന് നേരത്തെ നമ്മൾ പോയപ്പോഴേ കണ്ടിട്ടുണ്ടല്ലോ, ഓൾറെഡി നല്ല ഫ്രഷ് ക്യാരറ്റ് വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഒരു പഞ്ച് ക്യാരറ്റ് മേടിച്ച് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇത് അധികം സൈസ് ഉള്ളതായിരുന്നില്ല, അപ്പോൾ നല്ല മധുരമാണോ അല്ലെങ്കിൽ ചില ക്യാരറ്റിനൊക്കെ ഒരു സോർ ടേസ്റ്റ് പോലെ ഇടക്ക് വരാറുണ്ടല്ലോ നേരിയ ക്യാരറ്റിനൊക്കെ. അങ്ങനെ അത് മേടിച്ച് ക്യാരറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറോളം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് സൈഡിൽ ഇതേപോലെ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഒരു ബഞ്ച് മേടിച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നും ഞങ്ങൾ കുറച്ച് വീട്ടിലേക്കും നമ്മുടെ വീട്ടിലേക്കും പിന്നെ കൂടെ അങ്ങോട്ടൊക്കെ ഉള്ളതൊക്കെ നോക്കി. അങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നോക്കി. ബീട്രൂട്ടൊക്കെ ഫ്രഷ് ആയിരുന്നു കേട്ടോ, ഇവിടെ തോട്ടത്തിൽ ഉള്ളതായിരുന്നു. അങ്ങനെ ഇവരോടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴാണ് പറഞ്ഞത് താഴെയാണ് ഇതിൻ്റെ ഫാം ഉള്ളത്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു വിൽക്കണ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു തന്നെയായിരുന്നു. നമുക്ക് താഴെയെന്ന് പറയുമ്പോൾ കുറച്ച് അധികം ഇറങ്ങാനുണ്ട്, അവിടെയാണ് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാം. പിന്നെ റാഡിഷ് ഉണ്ട്, ബീൻസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഫാം പോലെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇറങ്ങണോ വേണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിൽക്കുന്നത്. അപ്പം മഴ പെയ്യാൻ ചാൻസ് കൂടിയ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. താഴെ വരെ എത്തുമ്പോഴത്തേക്കും മിനിമം ഒരു 1/2-3/4 മണിക്കൂർ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി താഴെ നടന്നെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്ലേസ് ആണ് കേട്ടോ പറയുന്നത്, പല പല ഫാം എന്ന് പറയുന്നത്, തോട്ടം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ആൻറ്റിയും പിന്നെ എൻ്റെ മൂത്തനിയനും മാത്രം ഫാം കാണാൻ പോകണല്ലോ. അബ്ബാക്കൊക്കെ കാലുവേദന എടുക്കും, ഒരു 3/4 മണിക്കൂറോളം നടക്കണമല്ലോ. ഇറങ്ങാൻ സുഖമാണ്, പക്ഷേ തിരിച്ച് കയറി വരാൻ മഴയൊക്കെ പെയ്യണമെങ്കിൽ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ അബ്ബറിന് നിങ്ങൾ പോയി കണ്ടിട്ട് വാ, ഞങ്ങൾ മോളിൽ നിൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ അക്കും ഐസൊക്കെ മുകളിലാണ് കേട്ടോ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ മാത്രം സ്പീഡിൽ പോയി കണ്ടിട്ട് വരാം. അപ്പോഴത്തേക്കും നേരിയതായിട്ട് മഴ പൊടിയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിലായിരുന്നു കേട്ടോ ഫാം. ഗ്രേപ്പ് ഫാം ഉണ്ട്, പിന്നെ റാഡിഷ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പിന്നെ തൊട്ടപ്പുറം തന്നെ ബീൻസിൻ്റെ ടൈം ആയിട്ടില്ല, അതുകൊണ്ട് ബീൻസിൻ്റെ അവിടെ അങ്ങോട്ട് പോയില്ല. അവിടെ ഫാമൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകണം. ഞങ്ങൾ ഇത്രയും പേര് മാത്രം ഫാം കാണാൻ വേണ്ടി പോയിട്ടുള്ളൂ. അവരൊക്കെ കാറിൽ ഇരിക്കണേന്. അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് വേറെ ഒന്നും കാണാം, നമുക്ക് പറിക്കാനൊന്നും പാടില്ല, ജസ്റ്റ് പോയി കണ്ടെന്നുള്ളൂ. കണ്ടിട്ട് പോകുന്നു. കുറേ പോകണോട്ട് ഇങ്ങനെ അടിയിൽ ചുറ്റി പോകണം. അവിടെ കണ്ടില്ലേ കുറേ പണിക്കാരൊക്കെ ഉണ്ട് ആ അപ്പുറത്തെ സെക്ഷനിൽ. സോ ഇപ്പോൾ ഇവിടെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെടിയായിരുന്നു അവരാരോ പറിച്ചു കൊണ്ടുപോയത്. ഇതിപ്പോ തയ്യൊന്ന് പറിച്ചു തന്നെ. ഇത് ഭയങ്കര വലുതാണ്, വലുതെടുത്തിട്ട് കാര്യമില്ല. അതിന് മുളക് വേണമെങ്കിൽ 2 തന്നെ എടുക്ക്, നല്ല എരിവുള്ള മുളകല്ലേ. ഇത് നമ്മുടെ കാന്താരി മുളകാണ് കേട്ടാ, ഉണ്ടമുളക്. അവിടെയൊക്കെ ഞങ്ങൾ കുറെ കണ്ടിരുന്നു, പക്ഷെ ഇത് മുളകാണെന്ന് അറിയില്ലായിരുന്നു. ഒരെണ്ണം കൊണ്ടുണ്ടോ? ഇവിടെ അപ്പൊ ഒരുപാട് നടക്കാനുണ്ട്. നമുക്ക് നടന്ന് ശരിക്കും ക്ഷീണിക്കും. ഈ ഒരു ഏരിയയിൽ മൊത്തം ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പൊ അവരൊക്കെ അവിടെ നിപ്പുണ്ട്. അവരൊന്നും ഞാൻ പറയില്ല, അവരൊന്നും വന്നില്ല, അവരൊക്കെ അവിടെ നിപ്പ്. കമ്മണി ഇത് ദീദി കയ്യിൽ എന്താ നോക്ക് കമ്മണി. ഫാം എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് കാറി കയറിയപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു, ജസ്റ്റ് മിസ്സിലായിരിക്കും. ഞങ്ങൾ മഴയത്ത് പെട്ടുപോയാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കയറി നിൽക്കാൻ പോലും ഒന്നുമില്ലല്ലോ, ഫുൾ റബ്ബർ തോട്ടമല്ലേ, തേയിലത്തോട്ടമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ചോക്ലേറ്റ്സ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായി നല്ല ക്വാളിറ്റി ചോക്ലേറ്റ്സ് കിട്ടണം. നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്തതൊക്കെ അത്ര ഒരു സുഖം ഉണ്ടായില്ല. പിന്നെ അപ്പോഴാണ് അവർ പറഞ്ഞിട്ടുണ്ടായത് നല്ല ക്വാളിറ്റി ചോക്ലേറ്റ്സ്. 1-2 ഷോപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒരു ഷോപ്പാണിത്. ഇവിടെ പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ളതുണ്ടായത്, നമുക്ക് കാണാത്തയും കേൾക്കാത്തയും ടൈപ്പ് ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് അപ്പോൾ അങ്ങനെ തിരിച്ചിന് റിട്ടേൺ പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ പകരം സ്നാക്സ് പപ്സ് ആയിരുന്നു കേട്ടോ. എനിക്ക് മുട്ട പപ്സ് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുട്ട പപ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇത്രയും അക്കു തന്നെയല്ല ഡ്രൈവ് വേണം. അപ്പോൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് എൻ്റെ അനിയൻ ഇൻസ്റ്റയിൽ ഇത് നല്ല റിവ്യൂ ആണെന്ന് പറഞ്ഞിട്ട് പേര് ഞാൻ ഓർക്കണില്ല കേട്ടോ, മറന്നുപോയി. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത്. 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത്. വീഡിയോ നല്ല ലേറ്റായിട്ടാണ് എഡിറ്റ് ചെയ്യണത്, അതുകൊണ്ട് ഞാൻ പേര് ശരിക്കും ഓർക്കണില്ല. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ.
വലിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇത് കുടിക്കണോ നീര് കുടിക്കണോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ പുതിയ വീഡിയോസും പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.